ഭാര്യ സംഗീത ഫയൽ ചെയ്ത വിവാഹമോചന ഹർജിയിൽ തമിഴകം ഒന്നടങ്കം വിറച്ചു നിൽക്കുമ്പോൾ ഇതാദ്യമായി അതേപറ്റി രണ്ടക്ഷരം ഒഴിഞ്ഞിരിക്കുകയാണ് നമ്മ തമിഴ്നാട് നെക്സ്റ്റ് CM സാക്ഷാൽ വിജയണ്ണി. തന്റെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ താൻ തന്നെ നേരിടുമെന്നും ജനങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നുമാണ് അണ്ണൻ തന്റെ അനുയായികളോട് പച്ചയായി പറഞ്ഞിരിക്കുന്നത്. TVKയുടെ വനിതാ ദിനാഘോഷ വേദിയിലാണ് തമിഴ് സിനിമാ ലോകത്തെയും രാഷ്ട്രീയ വൃത്തങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് വിജയുടെ ഈ ഗൗരവമായ നിലപാട് പുറത്തു വന്നത്. ഇപ്പോൾ ചില പ്രശ്നങ്ങൾ ഉയർന്നിട്ടുണ്ടല്ലോ, അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ അതിൽ വിഷമിക്കരുത്, നിങ്ങൾ വിഷമിച്ചാൽ എനിക്ക് മുറിവേൽക്കും, ഞാനും നിങ്ങളും ചേർന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കും. ഇതായിരുന്നു വിജയുടെ മാസ് ഡയലോഗ്. തന്റെ ഹൃദയം വേദനിക്കുന്നത് ജനങ്ങൾ വേദനിക്കുമ്പോഴാണെന്നും സ്വന്തം കുടുംബ പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ വലിയ പ്രാതിനിധ്യമില്ലെന്നും അല്ലെങ്കിൽ വലിയ പ്രാധാന്യമില്ലെന്നും വിജയ് പറയാതെ പറഞ്ഞു വെക്കുന്നു. സ്ത്രീകളിൽ നിന്ന് വലിയ തോതിലുള്ള കയ്യടി വാങ്ങാൻ ഈ പ്രസംഗത്തിന് കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇതിനു പിന്നിൽ നിന്ന് വരുന്ന കഥകൾ അത്ര ലളിതമല്ല. ഏതാണ്ട് 250 കോടിയോളം രൂപ നൽകി ഈ വിവാഹമോചന കേസ് കോടതിക്ക് പുറത്ത് തീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ വിജയ് നടത്തുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഏകദേശം ഒരു 27 വർഷത്തെ ദാമ്പത്യം തകരുന്നതിന്റെ പിന്നിൽ നടിയും സഹപ്രവർത്തകയുമായ തൃഷയുമായുള്ള ബന്ധമാണെന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ തമിഴകത്ത് പുകയുമ്പോഴാണ് വിജയുടെ ഈ അപ്രതീക്ഷിത പ്രതികരണം. രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാൻ നോക്കുന്ന വിജയ്ക്ക് ഈ വിവാഹമോചന ഹർജി വലിയൊരു പ്രതിസന്ധിയായി മാറുമെന്ന് കരുതിയിരുന്നുവെങ്കിലും ജനസേവനമാണ് തനിക്ക് വലുതെന്ന് പ്രഖ്യാപിച്ച് ആ തിരിച്ചടിയെ മറികടക്കാനാണ് ദളപതിയുടെ ശ്രമം. ഭാര്യ സംഗീതയുടെ ഹർജി വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് വെല്ലുവിളിയാകുമോ അതോ ഈ മാസ് പ്രതികരണം വഴി അദ്ദേഹം സ്ത്രീ വോട്ടർമാരെ കൂടെ നിർത്തുമോ എന്ന് കണ്ടറിയണം. എന്തായാലും സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വിജയ്ക്ക് മുന്നിൽ വീടിനകത്തും പുറത്തും വലിയ വെല്ലുവിളികൾ കാത്തിരിക്കുകയാണ്. സിനിമാ സ്ക്രീനിൽ വെടിയുണ്ടകളേക്കാൾ വേഗത്തിൽ ഡയലോഗ് അടിക്കുന്ന തമിഴകത്തിന്റെ സ്വന്തം ദളപതി ഇപ്പോൾ സ്വന്തം വീടിന്റെ ഉമ്മറപ്പടിയിൽ കാലിടറി വീഴുന്ന കാഴ്ചയാണ് തമിഴകം കാണുന്നത്. തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി ഉണ്ടാക്കി കസേര പിടിക്കാനിറങ്ങിയ വിജയ്ക്ക് ഇപ്പോൾ സ്വന്തം ജീവിതത്തിലെ കയ്പേറിയ യാഥാർത്ഥ്യങ്ങൾ ഒരു വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. ഭാര്യ സംഗീത ഫയൽ ചെയ്ത വിവാഹമോചന ഹർജിയെക്കുറിച്ച് ആദ്യമായി വായ തുറന്നപ്പോൾ പുറത്തു വന്നത് പതിവ് സിനിമാറ്റിക് ന്യായീകരണങ്ങൾ മാത്രമാണ്. തന്റെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ താൻ തന്നെ കൈകാര്യം ചെയ്യുമെന്നും ജനങ്ങൾ അതിൽ തലയിടേണ്ടെന്നുമാണ് അണ്ണന്റെ ലൈൻ. പക്ഷേ വിജയ് ഒരു കാര്യം മറന്നുപോകുന്നുണ്ട്. വോട്ട് ചോദിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരന് ഇനി ഒന്നും പേഴ്സണൽ അല്ല. വിജയുടെ ഈ തള്ളൽ കേട്ട് കൈയടിക്കാൻ കുറെ ഫാൻസുകൾ ഉണ്ടായേക്കാം, പക്ഷേ വിവരമുള്ള ജനത ചോദിക്കുന്നത് മറ്റൊന്നാണ്. 27 വർഷം തണലായി കൂടെ നിന്നവളെയും പടുത്തുയർത്തിയ കുടുംബത്തെയും വഴിയിൽ ഉപേക്ഷിച്ച് നാട് നന്നാക്കാൻ ഇറങ്ങുന്ന ഈ മാതൃകാ പുരുഷനെ എങ്ങനെ വിശ്വസിക്കും? സംഗീതയുടെയും മക്കളുടെയും വേദന കാണാത്തവൻ നാടിന്റെ കണ്ണീരൊപ്പം എന്ന് പറയുന്നത് കപടതയല്ലേ? ഇത്രയും കല്ല് മനസ്സുള്ള എനിക്ക് ഇനിയൊരു വേദനയും ഉണ്ടാകില്ല എന്ന് വിജയ് പ്രസംഗിക്കുമ്പോൾ അതിൽ നിഴലിക്കുന്നത് ഒരു ഭരണാധികാരിക്ക് വേണ്ട കരുണയല്ല, മറിച്ച് കടുത്ത സ്വാർത്ഥതയാണെന്ന് വിമർശകർ തുറന്നടിക്കുകയാണ്. കാണ്ടാമൃഗം പോലും തോറ്റുപോകുന്ന ഈ തൊലിക്കട്ടിക്ക് മുന്നിൽ തമിഴകം തല താഴ്ത്തുകയാണ്. രാഷ്ട്രീയത്തിൽ പദവികൾ അലങ്കരിക്കേണ്ടത് സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നവരല്ല. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെയും VS അച്യുതാനന്ദനെയും പോലെയുള്ള രാഷ്ട്രീയ ഭീഷ്മാചാര്യന്മാർ ജനമനസ്സുകളിൽ ഇടം പിടിച്ചത് അവരുടെ ജീവിതശുദ്ധി കൂടി നോക്കിയാണ്. സിനിമയിലെ ബിഗിൽ ഡയലോഗ് കേട്ട് വോട്ടുപെട്ടിയിൽ വീഴുമെന്ന് വിജയ് കരുതിയെങ്കിൽ തെറ്റി. വീട് നന്നാക്കാത്തവൻ നാട് നന്നാക്കില്ലെന്ന പഴമൊഴി തമിഴ് മക്കൾ ഇത്തവണ ഓർത്തെടുക്കും. സ്ത്രീകളുടെ വോട്ട് കൊണ്ട് മുഖ്യമന്ത്രിയാകാൻ സ്വപ്നം കാണുന്ന വിജയ്ക്ക് സ്വന്തം ഭാര്യയുടെ വോട്ട് പോലും കിട്ടില്ലെന്നതാണ് മറ്റൊരു തമാശ. ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടാൽ വിജയ് രാഷ്ട്രീയ ഖോതയിൽ നിന്ന് 8 നിലയിൽ പൊട്ടാനാണ് സാധ്യത. അതുകൊണ്ട് അണ്ണൻ സിനിമയിൽ തന്നെ തുടരുന്നതാകും അദ്ദേഹത്തിന്റെ ബുദ്ധി എന്ന് സോഷ്യൽ മീഡിയ പരിഹസിക്കുകയാണ്. വികാരജീവികളായി മാത്രം ചിന്തിക്കുന്ന ഒരു കാലം തമിഴ്നാട്ടിൽ കഴിഞ്ഞുപോയി. ഇനി വരുന്നത് പ്രായോഗിക ബുദ്ധിയുള്ളവരുടെ കാലമാണ്. സ്വന്തം കുടുംബത്തിന്റെ നോവറിയാത്തവൻ നാട്ടുകാരെ സേവിക്കാൻ ഇറങ്ങുന്നത് വെറും പ്രഹസനമാണ്. സിനിമയിലെ സ്ക്രീൻ മാറുമ്പോൾ കപടതയുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന ഈ കാഴ്ച തമിഴ് രാഷ്ട്രീയത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല. വിജയ് എന്ന വ്യക്തിയുടെ വിവാഹമോചനം അദ്ദേഹത്തിന്റെ സ്വകാര്യ കാര്യമായിരിക്കാം, പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങൾ അദ്ദേഹത്തെ അളക്കുന്നത് ഇതേ അളവുകോൽ വെച്ചായിരിക്കും. വീട് ഭരിക്കാൻ കഴിയാത്തവൻ നാട് ഭരിക്കാൻ യോഗ്യനാണോ എന്ന ചോദ്യം തമിഴകത്ത് അലയടിച്ചു കഴിഞ്ഞു. സിനിമാ മോഹങ്ങൾ രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വിജയ് എന്ന ദളപതിക്ക് കാലിടറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.